നിരവധി പ്രവർത്തകർ നമുക്കുണ്ട്, പ്രവർത്തകർ. പക്ഷെ നമ്മുടെ ലക്ഷ്യം അമേരിക്കയിൽ വസിക്കുന്ന എല്ലാ മലയാളികളിലും എല്ലാ പ്രദേശങ്ങളിൽ നിന്നും അവരൊക്കെ ഭാരവാഹികൾക്ക് അതിലുള്ള പ്രധാന പരിചയപ്പെടുത്തിയാൽ അവരെ കോണ്ടാക്ട് ചെയ്യാനും അവരെ ഇതിലേക്ക് അടുപ്പിക്കും ഇവിടെ കൂടാൻ സാധിച്ചു. അത് പിന്നെയും ഇത്രനാൾ കഴിഞ്ഞിട്ടാണെങ്കിലും ഇവിടെ രണ്ടാമത് ഉണ്ടായതിൽ സന്തോഷം. ഇനി ശങ്കർ പറഞ്ഞ പോലെ കൂടെ ഇവിടെ ഇതുപോലത്തെ മീറ്റിങ്ങുകൾ, വലിയ മീറ്റിങ്ങുകളൊക്കെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഇവിടുത്തെ സർഗവേദിയെ എല്ലാവർക്കും നന്ദി പറയുന്നു, അനുമോദനം പറയുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ക്രമമുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിന്താഗതി എങ്ങനെയാണ്, മനോവ്യാപനം എങ്ങനെയാണ് മാറി അറിയണമെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം എഴുതിയ ക്രമം പഠിക്കണം. അങ്ങനെ ഒരു കഥ പോലെ പോകുന്ന ഒരു കഥയാണെന്ന് പിന്നെ പറഞ്ഞാൽ മതി. എന്നാലും ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ഈ പ്രശ്നം മലയാളം പറയാൻ അറിയില്ല. ഞാൻ പ്രേമയുടെ സെൻറ്ററിൽ പഠിക്കാൻ വന്നത്. അപ്പോൾ അവിടെ വായിക്കാൻ രാത്രി പുസ്തകം എടുത്ത് വായിക്കാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ 4 പേജ് 5 പേജ് കഴിയുമ്പോഴേക്കും ഉറപ്പൊക്കെ വരും. പക്ഷെ നേരെ ഒരു വിധം രാത്രി ഒരു ദിവസം ഞാൻ ഈ ഫോൺ എടുത്തിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീലൊന്നും ഇങ്ങനെ കണ്ടത്. പിന്നെ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ആ ഫോൺ താഴത്തേക്ക് വെച്ചത്. ഈ രീതിയിലാണ് എം.ടിയുടെ സംഭാവനകൾ, അദ്ദേഹത്തിന്റെ സർഗാത്മകതകൾ എങ്ങനെയാണ് ഇന്നത്തെ കാലത്തും പ്രസക്തമാകുന്നത്, പ്രവർത്തനക്ഷമമാകുന്നത് എന്നൊരു അന്വേഷണവും മാധവികാർ പറഞ്ഞതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് പബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞു. അത് എനിക്ക് മനസ്സിലെടുത്ത പ്രശ്നം ഉണ്ടാക്കി, ഉറക്കം വരാതായി പ്രശ്നമായി. വീട്ടിൽ പ്രേമയൊക്കെ വിളിച്ചു മുമ്പ് നമ്മുടെ നക്ഷത്രത്തിൽ നിന്ന് പൊട്ടിത്തെറിച്ച് വീണ ധൂളി ആയിട്ടുള്ള ഒന്നാണ് ഭൂമി പോലും എന്നുള്ളത്. നക്ഷത്രധൂളിയാ എന്നുഴൽ, നക്ഷത്രധൂളിയാൻ എന്നുഴൽ എന്നൊക്കെയുള്ള മറ്റുള്ള, അതായത് ശാസ്ത്രം അദ്ദേഹം വേണ്ടാന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കുടഞ്ഞു കളയാൻ പറ്റില്ല. അതില് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നാലുകെട്ട് എന്നുള്ളത്. കാരണം എല്ലാവർക്കും അറിയണതാണ്. അപ്പോ നാലുകെട്ടിന്റെ ഉള്ളടക്കത്തിനെ പറ്റിയിട്ടോ ഒന്നും പറയേണ്ട ആവശ്യം തോന്നില്ല. ഞാൻ ജീവിക്കുന്ന ശൂന്യാകാശം പ്രശാന്തമല്ല, ശൂന്യവുമല്ല. തിളയ്ക്കുന്ന ഞങ്ങളെ തിളങ്ങുന്ന നക്ഷത്രങ്ങൾ എന്ന് നീ വിശേഷിപ്പിക്കുന്നു. ഞാൻ ജീവിക്കുന്ന ശൂന്യാകാശം പ്രശാന്തമല്ല, ശൂന്യവുമല്ല. തിളയ്ക്കുന്ന ഞങ്ങളെ തിളങ്ങുന്ന നക്ഷത്രങ്ങൾ എന്ന് നീ വിശേഷിപ്പിക്കുന്നു. എന്റെ ഒരു സ്വകാര്യ ആഗ്രഹം എം.ടി തിരക്കഥകൾ ഒന്നും തന്നെ സിനിമ ആകേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ്. കാരണം തിരക്കഥ എന്ന നിലയിൽ തന്നെ ഒരു സാഹിത്യമായിട്ട് നിലനിൽക്കാൻ പ്രാപ്തിയുള്ള കൃതികളാണ് അദ്ദേഹത്തിന്റെ തിരക്കഥകൾ. ഈ കഥ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അന്ന് എഴുതിയത് ആരാണെന്നോ അല്ലെങ്കിൽ ഇത് എം.ടിയുടെ കഥയാണ്, പിന്നീടാണ് അത് തിരിഞ്ഞു നോക്കുമ്പോൾ ഇദ്ദേഹമാണ് ഇത്രയും മനോഹരമായിട്ട് എഴുതിയത്. അതുകൊണ്ട് തന്നെയാണ് ആ കഥയുടെ ആഖ്യാനം അത് നമ്മളിലേക്ക് ഉള്ളിലേക്ക് നമ്മളെ ഇങ്ങനെ നൊമ്പരപ്പെടുത്തുന്ന ആ രീതിയിലുള്ള അദ്ദേഹത്തിന്റെ എഴുത്തും ആ ശേഷിയാണ് ആ കുട്ടിയായിരിക്കുന്ന സമയത്ത് പോലും നമ്മളുടെ ഉള്ളിലെ ഒരു ചെറിയ മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോ ശാന്തമംബരം നിദാഘോഷ്മളം സ്വപ്നാക്രാന്തം താന്തമാരബ്ധക്ലേശ രോമന്തം മനസ്വാന്തം ശാന്തമംബരം. ഒന്ന് എന്നെ സ്വാധീനിച്ച കൃതികൾ എന്നുള്ളത് എന്ന വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിൽ ഉണ്ടായിട്ടുള്ള, പ്രത്യേകിച്ച് ഒരു 14 വയസ്സ് മുതൽ 20 വയസ്സ് വരെ വായിച്ച 2-3 പുസ്തകങ്ങളാണ് ഇതിൽ പറയുന്നത്. ഒന്ന് പാവങ്ങള്, ഗ്രേപ്സ് ഓഫ് റാത്ത്, ക്രോസത്തിന്റെ മുമ്പിൽ പഴങ്ങൾ, വളരെ എങ്ങനെയിരിക്കാൻ വായിച്ചിട്ടുള്ളതാണ്. അടുത്തത് പറഞ്ഞ ഡോക്ടർ അംബേദ്കറിന്റെ വളരെ ലേറ്റായിട്ട് വായിച്ചിട്ടുള്ളതാണ്. അത് പിന്നീട് തന്നെ വ്യക്തിത്വത്തിൽ ഒരു മാറ്റം വരുത്തിയിട്ടുള്ള ഒരു കൃതിയാണ്. അടുത്ത 10 കൊല്ലത്തിനുള്ളിൽ വായിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത കൃതികൾ. ഒരിക്കലും യാതൊന്നിന്നീതേ മറ്റൊരഴകിൽ ഉലകില വാതിങ്കൽ കല കണ്ടേ നിന്നു ഞാൻ ആകാശത്തിൽ എന്നിലുൾ ചിന്നും നിലാവിൽ പതഞ്ഞു തുള്ളിപ്പാഞ്ഞു കുന്നിലെ പൂഞ്ചോലകൾ ഒരു കാറ്റൂഞ്ഞാലാടി.
മുന്നിൽ വീണ്ടും വന്നു നിൽപ്പായ് പിതൃദിനം ശോഷിച്ചിരിക്കുന്നുവല്ലോ തിരുവുടൽ. ചെമ്പനീർ പൂവുകൾ വാരി വിതറിയിട്ടേറച്ചു വന്നു തുടുത്ത മാതൃദിനം. Shobha Tharoor Srinivasan is an award-winning author of a dozen books published in India and the USA, as well as celebrated voiceover artist who received the Best Narration of Honor at the 68th National Film Awards in India 2022. എം.എൻ. നമ്പൂതിരി, നമ്മുടെ എല്ലാം നമ്പൂതിരി എം.എൻ. ചേട്ടൻ, നമ്പൂതിരി ചേട്ടനല്ല, എം.എൻ. ചേട്ടൻ. അപ്പം ഞാൻ പ്രൊഫൈല് നിങ്ങൾ പല പ്രാവശ്യം കേട്ട് കാണും, എങ്കിലും ഒന്നുകൂടെ ഒന്ന് വായിക്കുകയാണ്. 1935 കോതമംഗലം മാടശ്ശേരി മനയിൽ ജനിച്ചു. ന്യൂക്ലിയർ കെമിസ്ട്രിയിൽ PhD 1972 സ്റ്റോണി ബ്രൂക്ക് യൂണിവേഴ്സിറ്റി, ന്യൂയോർക്ക്. ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ, സ്റ്റോണി ബ്രൂക്ക് യൂണിവേഴ്സിറ്റി, ടെക്സസ് M&M യൂണിവേഴ്സിറ്റി, ലോറൻസ് ലിവർമൂർ നാഷണൽ ലബോറട്ടറി എന്നിവിടങ്ങളിൽ ഗവേഷണം. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ, ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി മഴുതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയ ചിറകു ചെറുതിളക്കി. നാരായണീയ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ സുകുമാർ സാർ വിശ്വസാഹിത്യത്തിലെ ഒരുപാട് കവിതകളെ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ പഹയൻ പരിഭാഷയിൽ വളരെയധികം കവിതകൾ പരിഭാഷപ്പെടുത്തി വളരെ പേരെടുത്ത ആത്മാരാമൻ സാർ. ഇവരൊക്കെ ഇവിടെ ഇരിക്കുമ്പോഴാണ് ഞാനിവിടെ കവിതകൾ പരിഭാഷപ്പെടുത്തുന്നതിനെ പറ്റി ഒരു പ്രസംഗം നടത്താൻ പോകുന്നത് ഓർക്കുമ്പോൾ തന്നെ ടെൻഷനാകുന്നു. കാളിദാസന്റെ ശാകുന്തളത്തിന് 60 പരിഭാഷകൾ ഉണ്ടായിരുന്നു. എല്ലാ കവിതാ പരിഭാഷകളും കൂടെ ഒരു ചെറിയൊരു നോട്ടുണ്ടാവും, സ്വതന്ത്ര പരിഭാഷ. ആദിരാവിന്റെ അനാദി പ്രകൃതിയിൽ ആരംഭമിട്ടോര സംസ്കൃത ചിന്തയിൽ നീറിയുറഞ്ഞു മുടഞ്ഞു മുരുകിയും ഭൂതപ്രപഞ്ചമൊരുക്കും സനാതന കാലമതിന്റെ ചെതുമ്പലെരിഞ്ഞൊരു നാളമുയർന്നു തെളിഞ്ഞതാണഗ്നി. ഡാലസിൽ വെച്ച് ഡാലസ് ഏത്രിയം എന്ന ഹോട്ടലിലാണ് ഞങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാവരെയും കാലിഫോർണിയയുടെ നമ്മുടെ പരിപാടിക്ക് വന്നിട്ടുള്ള എല്ലാവരെയും, സംഘവേദിയുടെ മറ്റ് വരാത്ത ആൾക്കാരെ എല്ലാവരെയും ഞങ്ങൾ ഡാലസിലേക്ക് ഈ പരിപാടി നമ്മുടെ അടുത്ത കൺവെൻഷന്റെ വിജയത്തിനായിട്ട് അത് വന്ന് പങ്കുചേരാൻ ഹാർദമായിട്ട് കേരള ലിറ്റററി സൊസൈറ്റിയുടെ പേരിലും ലാനയുടെ പേരിലും എന്റെ സ്വാഗതം ഞാനിവിടെ അറിയിക്കുന്നു. പ്ലീസ്. 2019 വന്നതിന് ശേഷം ലാനയ്ക്ക് പുതിയ മുഖം ഉണ്ടാക്കുന്നത് അനിലും ഞാനും കൂടി തീരുമാനത്തിന്റെ ഭാഗമാണ് ഇപ്പൊ കാണുന്ന മാറ്റങ്ങൾ. ഈ മാറ്റങ്ങളിൽ എന്താണ് പ്രത്യേകത? ഇതുവരെ ആകെ 97 ഇപ്പോൾ ശ്രീ എം.എൻ. അറിയാം. എം.എൻ.ഒക്കെ ഇതിന്റെ തുടക്കത്തിലുള്ള ആളാണ്. എന്നെ പരിചയപ്പെടുത്തി ഞാൻ ഡാലസിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതുവരെ 2 പ്രോഗ്രാമേ ഉള്ളൂ ആകെ ലാനയ്ക്ക് ഒരു ടേമില്. ഒരു മെയിൻ സമ്മേളനം, ഒരു റീജിയണൽ സമ്മേളനം. അപ്പൊ അത് പോരാ, അങ്ങനെ പോരാൻ തീരുമാനിക്കുകയും അന്ന് കോവിഡിന്റെ തുടക്കകാലം കൂടി ആയതുകൊണ്ട് സൂം പ്രോഗ്രാമുകൾ വളരെ സജീവമായി നടത്തുകയും ചെയ്തു. അതുപോലെ നമ്മൾ 1.5 ദിവസം ഇവിടെ നിറഞ്ഞു നിന്ന ഒരു സാഹിത്യ ഉത്സവം തന്നെയായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു സാഹിത്യ ക്യാമ്പിൽ സാമാന്യമായിട്ട് പറയുകയാണെങ്കിൽ 3 ഫംഗ്ഷനാണ് വേണ്ടത്. ഒന്ന്, ആളുകൾ തമ്മിൽ അന്യോന്യം പരിചയപ്പെടുക. അപ്പൊ നമ്മളിപ്പോ ഒരു 10-30 പേരേ ഉള്ളൂ. പക്ഷെ ഈ 10-30 പേരില് ഇപ്പൊ ഞാൻ തന്നെ ഇതിൽ പലരെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. വെർച്വലി അറിയാമെന്ന് മാത്രം. വാട്സാപ്പിൽ അറിയാം, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എന്തെങ്കിലും ഒരു ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ട് എന്നതിൽ പകരം അതിലുപരിയായിട്ട് ആൾക്കാരെ നേരിട്ട് പരിചയമില്ല. ഈ നേരിട്ട് കാണുമ്പോൾ, മുഖത്തോട് മുഖം കാണുമ്പോൾ, അടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, ചർച്ച ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു കണക്ഷൻ, അതൊരു കാര്യം. അത് വളരെ വിജയകരമായിട്ട് നമ്മൾ ഇവിടെ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. രണ്ടാമത്തത് വായനയെ കുറിച്ചാണ്. ആത്മരാമൻ സാറിനെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. പറയുന്നില്ല.
സാറിന്